ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മിക്സഡ് ട്രെൻഡാണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. മറ്റു പല മാർക്കറ്റുകൾ ഒരു മിക്സഡ് ട്രെൻഡാണ് ഇന്ന് മോർണിംഗിൽ കാണിക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ റീബൗണ്ട് ചെയ്തിരുന്നു. ഡൗ ജോൺസും S&P 500 നാസ്ഡാക്കൊക്കെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം യൂറോപ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഇന്നലെ നമ്മൾ വീക്കായിട്ട് ഓപ്പൺ ചെയ്ത് നമ്മളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിലെല്ലാം. പക്ഷേ ഇന്ന് മോർണിംഗിൽ കമോഡിറ്റികളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് $2,532 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറാണ് മറ്റൊരു കമോഡിറ്റി നല്ല രീതിയിൽ ഇന്ന് മുന്നേറിയിട്ടുള്ളത്. മറ്റെല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ iPhone 16 ലോഞ്ച് ചെയ്തിരുന്നു ആപ്പിൾ. പക്ഷേ കാര്യമായിട്ടുള്ള എക്സലൻറ്റ് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം അമേരിക്കയിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും നാളെയാണ് പുറത്തു വരുന്നത്. ഈ മാസം 17-18 തീയതികളിലാണ് US ഫെഡിൻ്റെ മീറ്റിംഗ്. CPI ഡാറ്റയും അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഇന്ത്യയിലത്തെ നോക്കുകയാണെങ്കിൽ IREDA MOU സൈൻ ചെയ്തിട്ടുണ്ട്. SJVN GMR എനർജിയൊക്കെ ആയിട്ട് 900 മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിന് ഫണ്ടിങ്ങിന് വേണ്ടിയാണ്. UPയിലാണിത്. IREDAനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. HG ഇൻഫ്ര 781 കോടി രൂപ റോഡ് പ്രൊജക്റ്റ് ബാഗ് ചെയ്തിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജിയുടെ സബ്സിഡിയറി പാഡ്ജറ്റ് ഇലക്ട്രോണിക്സ് HP ആയിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം പ്രകാരം നോട്ട്ബുക്കുകൾ, PC-കൾ, ഡെസ്ക്ടോപ്പുകൾ, അതുപോലെ തന്നെ ഓൾ ഇൻ വൺ PCs ഒക്കെ ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റാണ്. ഡിക്സനെ സംബന്ധിച്ചത് പോസിറ്റീവ് ന്യൂസാണ്. IRB ഇൻഫ്ര ടോൾ കളക്ഷൻ ഓഗസ്റ്റ് മാസത്തിൽ 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. RT ഡ്രഗ്സ് 900 രൂപ പെർ ഷെയർ ബൈബാക്ക് ഓപ്പൺ ചെയ്യാണ്. സെപ്റ്റംബർ 11 മുതൽ 18 വരെയാണ് ബൈബാക്ക്. അഡാനി പോർട്ടിൻ്റെ കെനിയൻ പോർട്ട് ട്രബിളിലാണ്. അഡാനി പോർട്ട് അനുവദിച്ച തീരുമാനം കെനിയൻ കോർട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സ്ലൈറ്റ് നെഗറ്റീവാണ് അഡാനി പോർട്ടിനെ സംബന്ധിച്ച്. സുസ്ലോൺ 1166 മെഗാവാട്ട് പ്രൊജക്റ്റ് പവർ പ്രൊജക്റ്റ് മെഗാവാട്ട് വിൻ പവർ പ്രൊജക്റ്റിനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. 370 വിൻ ടർബൈനാണ് സപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ടോട്ടൽ ഓർഡർ ബുക്ക് ഉള്ളത് സുസ്ലോണിൻ്റെ കയ്യിൽ 5 ഗിഗാവാട്ടിനുള്ള ഓർഡർ ബുക്കുകളാണ്. വളരെ പോസിറ്റീവാണ്. ലോങ് റണ്ണിൽ വീണ്ടും സുസ്ലോൺ മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. ഒപ്പം നമ്മൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പ്രതിക എഞ്ചിനീയറിംഗ് കമ്പോണൻറ്റ്സ്, ഡിഫൻസ് ആൻഡ് ഓട്ടോ, അതുപോലെ തന്നെ എയറോസ്പേസ് രംഗത്തേക്ക് വീണ്ടും അഗ്രസീവായിട്ട് എൻട്രി ചെയ്യാണ്. SMEയിലാണ് NSE SMEയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പ്രതിക എഞ്ചിനീയറിംഗ് കമ്പോണൻറ്റ്സ് 2000 മാർക്കറ്റിലോട്ട്. ഇഷ്യൂ വന്നത് 29 രൂപയ്ക്കാണ് 2022 ഡിസംബറിൽ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 175 രൂപയാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പോൾ ഡിഫൻസ് എൻട്രി അതുപോലെ തന്നെ റെയിൽവേ എൻട്രി ഒക്കെ തീർച്ചയായിട്ടൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകിയേക്കാം. ഇനി BSEയിൽ മറ്റൊരു കമ്പനിയും കൂടി ഈ ഗ്രൂപ്പിൻ്റെ ഉണ്ട്. പ്രതിക ഓട്ടോ ഇൻഡസ്ട്രീസ് ആണ്. 31 രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് നടക്കുന്നത്. 2 രൂപയാണ് ഫേസ് വാല്യൂ. ഈ സ്റ്റോക്കും ഒരു പക്ഷേ ഈ ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസും ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വൊളാറ്റിലിറ്റി വീണ്ടും മാർക്കറ്റിൽ വന്നേക്കാം. അത്തരത്തിലുള്ളൊരു ട്രെൻഡ് മാത്രം എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ധാരാളം ന്യൂസ് ഫ്ലോസ് വരുന്നുണ്ട്. ഒപ്പം നമ്മൾ സെപ്റ്റംബർ മാസമാണ്, Q2 അവസാനത്തെ മന്താണ്. അപ്പോൾ സെപ്റ്റംബർ 15 കഴിയുന്നതോട് കൂടിയിട്ട് മിക്കവാറും Q2 റിസൾട്ടിൻ്റെ ഇൻഡിക്കേഷനൊക്കെ വെച്ചുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാം. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് കോട്ടക് ഷെയർ വെൽത്തിൻ്റെ ക്ലയൻറ്റുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. നമ്മുടെ റെക്കമെൻഡ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞ പോലെ അത് എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ കുറച്ചൊക്കെ പ്രോഫിറ്റ് എടുക്കുന്നൊരു തീരുമാനം എടുത്താലേ നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ ഉള്ളത്. ഇന്ന് മാർക്കറ്റ് ഓപ്പണിങ്ങിന് ശേഷം നമ്മൾ ഒരു സ്ട്രോങ് പിക്ക് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നുണ്ട്. ട്രേഡിംഗ് ടെർമിനലിൽ കൂടെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ
മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.